പിന്നെ മൂന്നാമത്തത് ഇപ്പോൾ ഡിഗ്രി ഉണ്ട്, ഇപ്പോൾ എഞ്ചിനീയറിംഗ് ഉണ്ട്, അല്ലെങ്കിൽ IT റിലേറ്റഡ് വർക്ക് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ IT ഫീൽഡ്, എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് നിങ്ങൾക്ക് നോക്കാം. പക്ഷെ അതിന് ഒരു N3 ലെവൽ, കോൺവെർസേഷൻ ലെവൽ ആൻഡ് അബോവ് ജാപ്പനീസ് നിങ്ങൾക്ക് വേണ്ടി വരും. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതും പ്ലസ് പോയിന്റ് ആണ്. അപ്പോൾ അതുപോലത്തെ വൈറ്റ് കോളർ ജോബ്സ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ അത് നെക്സ്റ്റ് ലെവലല്ലേ. 12+3 ഇയർ ഓഫ് എഡ്യൂക്കേഷൻ, 15 years ഓഫ് എഡ്യൂക്കേഷൻ ആണ് ചോദിക്കുന്നത്. അത് പിന്നെ എക്സ്പീരിയൻസ് കാര്യങ്ങൾ അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ലെവൽ ഒരു പ്രോപ്പർ ഒരു വൈറ്റ് കോളർ ജോബ്, ഓഫീസ് ജോബ് അതുപോലത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് നോക്കാനായിട്ട് പറ്റും. നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിരിക്കും. ഒരു കൊല്ലമൊക്കെ എടുത്ത് ഞാൻ N3 പഠിക്കാൻ പറ്റും തോന്നുന്നു. N4 വരെ ഒരു 6 മാസം കൊണ്ട് പഠിക്കാം. N3 ലെവൽ നെക്സ്റ്റ്. കാരണം നിങ്ങൾ കൂടുതലും ടൈപ്പിംഗ്, ഞങ്ങളിപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു വർക്ക് റിലേറ്റഡ് ഞങ്ങൾക്ക് എഴുത്ത് കാര്യങ്ങളൊന്നും വരുന്നില്ല, കേട്ട് മനസ്സിലാക്കി സംസാരിക്കാൻ പറ്റിയത്. പക്ഷേ നിങ്ങൾക്ക് ടൈപ്പിംഗ് അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സ് അതൊക്കെ വായിക്കേണ്ടിയിട്ട് വരുന്നതുകൊണ്ട് ആ ഒരു ലെവല് എന്തായാലും നിങ്ങൾക്ക് വേണ്ടി വരും. അതും അതിൻ്റെ അബോവ് N2 ഒക്കെയാണ് ചോദിക്കുക ചില സമയത്ത്. അത് നിങ്ങൾക്ക് ഒരു ഓപ്ഷനാണ് ആ വർക്ക് വിസയിലേക്ക് വരുമ്പോൾ.